ഒക്കെ ഒരു വെറും ഭ്രാന്തന്റെ സ്വപ്നം, നേരും താണ്ടന്റെ സ്വപ്നം. ഒക്കെ ഒരു വെറും ഭ്രാന്തന്റെ സ്വപ്നം, നേരും താണ്ടന്റെ സ്വപ്നം. കേരള നിയമസഭാ പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ വേദിയിൽ ആദരണീയനായ മസൂദ് സാറിനോടൊപ്പം ഇരിക്കാൻ കഴിയുള്ള സന്തോഷം ഞാൻ ആദ്യം പങ്കുവയ്ക്കുന്നു. ഞാനിങ്ങനെ ചിലപ്പോൾ ആലോചിച്ച് നോക്കുന്നത്, മസൂദ് സാറിൻ്റെ അടുത്ത് സാധാരണ മറ്റും ഞാൻ പോയിരുന്ന് ആ വീട്ടിലിരുന്ന് അല്ലാതെയും ഒക്കെ ആയിട്ട് കാണുകയും ഇടപെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സൗഹൃദവും സ്നേഹവും ആദരവും എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് സംസാരിച്ച് തുടങ്ങേണ്ടതെന്ന്, കാരണം ഒരു പബ്ലിക് മീറ്റിങ്ങിനകത്തേക്ക് കയറി വരുമ്പോൾ എങ്ങനെ സംസാരിച്ചു തുടങ്ങുന്നുള്ളൊരു കൺഫ്യൂഷൻ എന്നെ സംബന്ധിച്ചിട്ടുണ്ട്. കാരണം ഒറ്റയ്ക്ക് ഇരുന്നാവുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും, മറിച്ച് നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളും നമുക്ക് സംസാരിക്കാൻ പറ്റും. മറിച്ച് ഇതുപോലൊരു വളരെ വളരെ വിശാലമായൊരു സദസ്സിന് മുന്നിലേക്കാവുമ്പോൾ വലിയ തോതിലുള്ള ആശങ്കകളും ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, 40 വർഷം മുമ്പ് നാരായണത്തുബ്രാഹ്മൻ എന്ന കവിത എഴുതിയ ഒരു കാലത്ത് ആ കവിത ഇന്നും സാഹിത്യ സദസ്സുകളിലും യുവജനോത്സവ വേദികളിലും മലയാളികളുടെ ഒത്തുകൂടുന്ന പലയിടങ്ങളിലും ഇപ്പോഴും നിരന്തരം പാടിക്കൊണ്ടിരിക്കുന്ന, ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു കവിതയെക്കുറിച്ചോ അതിൻ്റെ കാലത്തെക്കുറിച്ചോ അത് മാത്രമല്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ചോ ഒക്കെ സാറിനോട് സംസാരിക്കാൻ പറ്റണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുമായിട്ടൊരു ഇൻട്രാക്ഷൻ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അങ്ങനൊരു വഴി കൂടെ ഉണ്ടെന്നാണ് എൻ്റെ വഴി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടേതായ ചോദ്യങ്ങളും ധാരാളം ഉണ്ടാവും. 40 വർഷം മുമ്പ് ഈ നാരായണത്തുബ്രാഹ്മൻ എഴുതുമ്പോൾ ആ എഴുതിയ കവിത ഇന്നും കാലികമായിട്ട് നിലനിൽക്കുന്നു എന്നത് ആ കവിതയിൽ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ചോദ്യങ്ങൾ കൂടിയാണ്. കാരണം ഒരു സത്യം വിളിച്ചു പറയാൻ, സത്യം മാത്രം അന്വേഷിക്കാൻ വേണ്ടിയുള്ള ഒരു മനുഷ്യന്റെ കാഴ്ച മാത്രമായിട്ടല്ല അതിനെ കാണുന്നത്. അതൊരു ലോകത്തിൻ്റെ വീക്ഷണം കൂടിയുണ്ട്. സജീവമായിട്ട് ഉള്ളിലുള്ള മധുസൂദനൻ നായർ എന്ന കവിയുടെ മനസ്സിലുള്ള, ഹൃദയം കൊണ്ട് കവിത എഴുതുന്ന ഒരു മനുഷ്യന്റെ മനസ്സിലുള്ള കവിതയും കവിത്വവും അതിനകത്തേക്കുണ്ട്. ആ കവിത വന്ന കാലം മുതൽ ഞാൻ പലപ്പോഴും സാറിനോട് വീണ്ടും ചോദിക്കുന്നു. ഞാൻ ഒറ്റ ചോദ്യത്തിലാണ് അത് തുടങ്ങുന്നത്. സാർ, ഈ മുമ്പ് ഇത് എഴുതുമ്പോഴൊക്കെ നമ്മുടെ ആശങ്കകൾ ധാരാളം ഉണ്ടായിരുന്നു. ആ ആശങ്കകൾക്ക് വലിയ തോതിലുള്ള മാറ്റമൊന്നും ഉണ്ടായതായിട്ട് എനിക്കൊന്നുമില്ല. പക്ഷേ എന്നാൽ പോലും ചിലയിടങ്ങളിലൊക്കെ എവിടെയൊക്കെയോ കവിത കൊണ്ടും ജീവിതം കൊണ്ടും നമ്മൾ പറയുന്ന വാക്കുകൊണ്ടുമൊക്കെ നമ്മളെ ഏതെങ്കിലും തരത്തിൽ മോട്ടിവേറ്റ് ചെയ്യണം. ആ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ സാറിന്? ആ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഇത്തിരി ഏറി വരുന്നുണ്ട്. എന്ന് വെച്ചാൽ അടുത്ത കാലത്ത് ചില കുട്ടികളെ കാണുമ്പോൾ അവരറിയാതെ, കൊച്ചു കുട്ടികൾ ഇതിലെ 2 വരി എന്നെ കേൾപ്പിക്കുന്നു. ശരിക്കും മധുവാൻ പറഞ്ഞ കവിതയുടെ സാഫല്യം എങ്ങനെയാണ്, എന്താണ് എന്ന് കുഞ്ഞുങ്ങളിൽ കൂടിയാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. അടുത്ത കാലത്ത് ഒരു 2 മാസം മുമ്പ് സാഹിത്യ അക്കാദമി ഹാളിൽ തൃശ്ശൂർ നാരായണത്തുബ്രാഹ്മൻ്റെ 40 വർഷം എന്ന് പറയുന്ന ഒരു സമ്മേളനം ഒരു മുഴുവൻ ദിവസം ഉണ്ടായിരുന്നു. നിറയെ ആൾക്കാരും ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ എൻ്റെ കണ്ണ് നിറച്ചത് കുഞ്ഞുങ്ങളുടെ പ്രതികരണമാണ്. ചെറുപ്പക്കാരുടെ, കൗമാര ദശയിലുള്ള കുട്ടികളുടെയും കൊച്ചു കുഞ്ഞുങ്ങളുടെയും പ്രതികരണമാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു കവിത അകത്ത് കയറി അധികം പിടിവാശിയോ അധികം ഇരുട്ടോ ഇല്ലാത്ത മനസ്സുകളിൽ അകത്ത് കയറി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്? അതുകൊണ്ട് ഒരു സാഫല്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇതിനകത്ത് ഒരു കാര്യമുണ്ട്. സാറ് കവിത എഴുതിയ സമയത്ത്, നാരായണത്തുബ്രാഹ്മൻ്റെ ഒരു കാലത്ത് തീർച്ചയായിട്ടും ഈ കവിത പറഞ്ഞു പോകുന്ന ഒരു ഭാഷയുണ്ട്. ഒരു പരിധി വരെ അതൊരു നാടിൻ്റെ ഒരു സ്വഭാവം എനിക്കതിനകത്ത് തോന്നിയിട്ടുണ്ട്. അതിനകത്ത് ഭാഷ കൊണ്ടുണ്ടാക്കിയ ചില വരികളുണ്ട്. കാരണം ഈ എന്തുകൊണ്ട് എന്നെനിക്ക് തോന്നുന്നത്, സാധാരണ മട്ടിൽ പറഞ്ഞു പോകുന്ന സംസ്കൃത
സ്വഭാവത്തിലുള്ള കവിതകളുടെ അല്ലെങ്കിൽ മലയാള ഭാഷ അത്രമേൽ സ്നേഹത്തോടുകൂടി കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി എവിടെയൊക്കെ ഈ തെക്കൻ തിരുവിതാംകൂറിൻ്റെ ഒരു സ്വഭാവത്തിനകത്ത് നിന്നുകൊണ്ട് കവിതയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന കാര്യം. കാരണം പറയവിട്ട് പന്തിരുകുലം എന്ന് പറയുന്നതിന് സമാനമായിട്ടുള്ള ചില കഥകൾ ഈ തെക്കൻ തിരുവിതാംകൂറിൻ്റെ ഭാഗങ്ങളിൽ ഉണ്ടാവാറുണ്ട്. ഞാനിത് എന്തുകൊണ്ട് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോകമാണ് നമ്മൾ കവിത എന്ന് പറയുന്നത്. നമ്മൾ ലോകത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇത്തരം ചിന്തകൾ എവിടെയെങ്കിലും എപ്പോഴെങ്കിലൊക്കെ സംസാരിച്ച് തുടങ്ങി പറയാറുണ്ടായിരുന്നുണ്ടായിരുന്നു. കാരണം ഈ ഒരു രണ്ട് പ്രദേശത്തിൻ്റെ ജീവിതം വാസ്തവത്തിൽ മധുബാല ഒരു സിനിമാ സംവിധായകൻ, തിരക്കഥാകൃത്ത്, ചെറുകഥാകൃത്ത് ഒക്കെയാണ്. അതിനപ്പുറത്ത് സൂക്ഷ്മമായ ദർശനശേഷിയുള്ള ഒരു വലിയ സകാത്മക പ്രവർത്തകൻ കൂടിയാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ ചോദ്യം. പലരും ഈ ചോദ്യം ചോദിച്ചിട്ടില്ല. ഒരുപാട് പേര് ഈ കവിത കൈകാര്യം ചെയ്തിട്ടുണ്ട്, പക്ഷെ പലരും ഇത് ചോദിച്ചിട്ടില്ല. ഇങ്ങനെ ഇത് മധുബാലൻ്റെ പൊതുവിലുള്ള ചില സംശയങ്ങൾ എന്നെ തൊടുമ്പോൾ ഏതേത് മേഖലകളിലേക്കാണ് എന്നെ ആ ചോദ്യം കൊണ്ടുപോകുന്നത് എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കണം. മുമ്പൊരിക്കലും ഒരു ചോദ്യം ചോദിച്ചു ഞാൻ 1 മണിക്കൂർ പറയേണ്ടി വരും. അതുപോലെ ശരി 1 മണിക്കൂറെങ്കിലും പറയേണ്ടത്. ഇതാണ് ചോദ്യത്തിൻ്റെ വഴി എന്നെക്കൊണ്ട് പറയില്ല. അത് നിൽക്കട്ടെ. മധുബാല ചോദിച്ചതൊരു കാര്യം, ഞാനൊരു ഉഭയഭാഷാ പ്രദേശത്ത് കഴിഞ്ഞാണ്. പക്ഷെ ഇതിന് ഉഭയഭാഷ എന്ന് പറയാമെങ്കിലും നമുക്ക് ഇരുകൂട്ടർക്കും ഒരു പൊതുഭാഷയാണ്, ഒരു പൊതുജീവിതമുണ്ട്. ആ പൊതുജീവിതത്തിൽ നിന്ന് 2 ദേശത്തിൻ്റെ ഉച്ചാരണങ്ങൾ ഭേദപ്പെട്ട് വന്നതാണ് തമിഴും മലയാളവും. രണ്ടും ഒരേ മലയിലെ ഒഴുക്കുകൾ, ഒരേ മലയിലെ ഒഴുക്കുകൾ പലയിടത്തൂടെ ഒഴുകി വന്നു എന്നേ ഉള്ളൂ. ഭാഷയും അങ്ങനെയാണ്. നമ്മളിപ്പോൾ മൊഴിയെതിര് വെച്ച് പിണക്കങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അടുത്തകാലത്ത് കൂടിയിട്ടുണ്ട്. പുഴയെതിരും മൊഴിയെതിരും വെച്ച് പിണക്കങ്ങൾ ഉണ്ടാക്കുന്നവരാണ് നമ്മൾ. പക്ഷേ പുഴയ്ക്കും മൊഴിക്കും അതിരില്ല എന്ന് തെളിയിക്കുന്നതാണ് നമ്മുടെ പൂർവ്വ സംസ്കാരം. മധുബാലി പറഞ്ഞ ഒരു വഴിക്കൂടെ ഞാൻ പോവുകയാണ്. ഒരു 2 മിനിറ്റൂടെ പറയേണ്ടി വരും. നാരായണത്ത് ഭ്രാന്തൻ എന്ന കവിത എഴുതാൻ ആധാരം അറിയപ്പെട്ട പന്തിരുകുലത്തിൻ്റെ കഥയാണെങ്കിൽ ആ കഥയ്ക്കും ആധാരം തമിഴകത്ത് മുഴുവൻ വ്യാപിച്ചിരുന്ന വള്ളുവർ, പരണ, പാണർ തുടങ്ങിയിട്ടുള്ള ഈ തിരുവനന്തപുരത്തെ പാണർ തുടങ്ങിയിട്ട് ഔവയാർ വരെയുള്ള ഒരു പൂർവ്വ സഹോദര സമൂഹം. ഇത് ഒരു പൂർവ്വ സഹോദര സമൂഹമാണ്. പക്ഷേ ഒരമ്മ പെറ്റ മക്കളായിട്ടാണ് അവരുടെ കഥ അവിടെ ഉള്ളത്. നമ്മളത് അറിയുന്നില്ല. ആ കഥയും കൂടെ ഉള്ളിലേക്ക് വരുമ്പോഴാണ് ഒരു എഴുത്തുകാരനിൽ പൂർവ്വകാലങ്ങൾ വന്ന് ഒരുമിച്ച് ചേർന്ന് നമുക്കൊരു ശക്തി തരുന്നത്. പണ്ടും ഏകോദര സഹോദരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തോന്നലുണ്ടാക്കി തരുന്നു. തൊഴിൽ പലതായിരിക്കാം, ഇടങ്ങൾ പലതായിരിക്കാം, പക്ഷേ എല്ലാ മൊഴികളും ഒന്നിൽ നിന്ന് വരുന്നത് പോലെ എല്ലാ ബന്ധങ്ങളും ഇതുപോലെ ഒരു ഏക സൗഹൃദത്തിലേക്ക്, ഏക ബന്ധുത്വത്തിലേക്ക്, മൈത്രിയിലേക്ക് ചെന്നെത്തണം എന്നൊരു പാഠം അതിലുണ്ട്. അതിനനുസരിച്ചാണ് അതിൽ എങ്ങനെയെന്നറിയില്ല, അതിനനുസരിച്ചാണ് അതിലെ വാങ്മയം രൂപപ്പെട്ടു വന്നത്. അതാണ് കോയ്മയുടെ കോലങ്ങളെരിയുന്ന ജീവിത ചുടലയ്ക്കു കൂട്ടിരിക്കുമ്പോൾ കോവിലുകളെല്ലാം ഒതുങ്ങുന്ന കോവിലിൽ കഴകത്തിനെത്തി നിൽക്കുമ്പോൾ അവിടെ കോവിലുകൾ. ആ കോവിൽ ക്ഷേത്രം എന്നാണ് പൊതുവെ നമ്മൾ കരുതുന്നത്. ക്ഷേത്രത്തിൻ്റെ അർത്ഥം വേറെ, കോവിലിൻ്റെ അർത്ഥം വേറെ. എനിക്കെങ്ങനെ ഈ കോവിൽ അവിടെ വന്നു എന്ന് ചോദിച്ചാൽ അങ്ങനെ വന്നു പോയതാണ്. നമ്മുടെ കളക്റ്റീവ് അൺകോൺഷ്യസിൽ കിടക്കുന്ന പഴയ ബോധം ഉണർന്നുവെന്നാണ് കോവിൽ എന്ന വാക്കിനെ അവിടെ കൊണ്ട് തന്നത്. അതാണ് എഴുത്തിൽ വരുന്ന ഒരു പ്രത്യേകത. പാവ എന്ന വാക്കിന് പാവ എന്ന് പറയുന്നത് അതും അതിനോട് ചേർത്ത് തന്നെ പറയേണ്ടി വരുമെന്നുണ്ട്. കാരണം ഈ തിണകളുടെ സ്വഭാവമുള്ള എഴുത്ത് കൃത്യമായിട്ട് കുറിഞ്ചിയുടെ മറ്റും എഴുത്തുകൾ കൃത്യമായിട്ട് അപ്രതീക്ഷിതമോ അറിയാതെയോ ബോധത്തിലോ അബോധത്തിലോ സാറിന്റെ മനസ്സിലുള്ളിൽ അല്ലേ? ആ വരികൾ ഞാൻ ചോദിക്കാം. ഇവിടെയല്ലോ പണ്ടൊരദ്വൈതി പ്രകൃതിതൻ വ്രതശുദ്ധി വടിവാർന്നൊരെണ്ണമ്മയൊന്നിച്ച് ദേവകൾ തുയിലുണരുമിടനാട്ടി ദാരുകല ഭാവനകൾ വാർക്കുന്ന പൊന്നമ്പലങ്ങളിൽ പുഴകൾ വെൺപാവിനാൽ വെൺമണയും
നാട്ടുകോഴിപ്പരപ്പുകളിൽ ഓതിരം കടകങ്ങൾ നേരിന്റെ ചുവടുറപ്പിക്കുന്ന കളരിൽ നാണം ചുവക്കും വടക്കിനി തിണ്ണയിൽ. പുഴകൾ പെൺപാവിനാൽ പെൺമനെയിൽ നാട്ടുകൂടിക്കരപ്പുകളിൽ. ഒരു ജോഗ്രഫിയാണ്, ഒരു കർമ്മമണ്ഡലമാണ്, പ്രകൃതിയുടെ ഒരു കളിയാണ്. പുഴ ഒഴുകുന്നത് പെൺപാവ് പാടുന്നത് പോലെ. പെൺപാവ്, കളിത്തറ ഒക്കെ തമിഴകത്തെ പാട്ട് രീതിയാണ്. പുഴ പാടി ഒഴുകുന്നത് പെൺപാവ് ഒഴുകുന്ന പോലെ. അതേസമയം ഊടും പാവും ചേർന്ന് മുണ്ടും അതേപോലെ അപ്പൊ അവിടെ രചകൻ മുണ്ടലക്കുന്നതും കൂടെ വരും. നെയ്തലിന്റെ വഴിയാണ് നെയ്തലിന്റെ വഴി കൂടെ. അങ്ങനെ ഒരു ദേശം, ഒരുപാട് കാലങ്ങൾ, കർമ്മങ്ങൾ, ഇതെല്ലാം വരികൾക്കകത്ത് എങ്ങനെയോ ഇണങ്ങി വന്നതാണ്. ഇതൊക്കെ ഇപ്പോൾ ചുരട്ടിയെടുത്തിട്ടത് മധുവാന്റെ ചുമത്തിയാണ്. ഒരു നിരൂപകനും ഈ വരികൾ ഇങ്ങനെ അപഗ്രഥിച്ചിട്ടില്ല ഇതുവരെ. ഞാൻ വീണ്ടും പറയുന്നൊരു കാര്യം ഉള്ളത് ചെയ്യാം. ഞാൻ എൻ്റെ ഒരു കോളേജിൽ പഠിക്കുന്ന സമയത്താണ്, കോളേജിൻ്റെ തുടക്കത്തിൽ വീഡിയോ കഴിഞ്ഞ സമയത്താണ് നാടകപ്രാന്തൻ കാസറ്റിൽ ഞാൻ കേൾക്കുന്നത്. ഒരു കാര്യത്തിനുള്ള അന്നും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ തോതിൽ പുസ്തകങ്ങളൊന്നും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ അല്ല. കാരണം അതിനുവേണ്ടി വാങ്ങിച്ചു കൊണ്ടുവരാൻ നിൽക്കുന്ന വലിയ 40 വർഷം മുമ്പുള്ളൊരു കാര്യത്തിനകത്ത് നമുക്ക് ആലോചിക്കുമ്പോൾ എല്ലാ പുസ്തകങ്ങളും കിട്ടാനുള്ള പാടുണ്ടാകും, എല്ലാ ആഴ്ചപ്പതിപ്പുകളും കിട്ടാനുണ്ടാവും, പാടുണ്ടാ സമയത്ത്. ഇത് കാസറ്റിലായിട്ടാണ് വരുന്നത്. അപ്പോൾ കൊല്ലത്തുണ്ടായിരുന്നു, ഞാൻ അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്തൊരു മനുഷ്യൻ കൊല്ലത്തുണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങൾ പാലക്കാട്. ആ കൊല്ലത്ത് ഇത് ഈ കാസറ്റുമായിട്ട് വന്നിട്ട് നിരന്തരമായിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ പുള്ളിയുടെ വീട്ടിനകത്തും ഓഫീസിലായാലും എല്ലാ വീട്ടിൽ പണ്ട് ടേപ്പ് റെക്കോർഡിൻ്റെ കാലം കൂടിയാണ് 80കളിൽ വരുന്നത്. ആ ടേപ്പ് റെക്കോർഡിൽ ഇത് കിട്ടാം. നാരായണത്ത് ബന്ധം നമ്മൾ കാണാതെ ഇങ്ങനെ കേട്ടിട്ട് ഞാനിപ്പോൾ സാറ് ചൊല്ലിക്കൊണ്ടിരുന്നപ്പോഴും ഞാൻ നോക്കിക്കൊണ്ടിരുന്നതും ഇവിടെ ഒരുപാട് ചുണ്ടുകൾ അത് ആവർത്തിക്കുന്നത് കണ്ടതിലുള്ളൊരു സന്തോഷമാണ്. കാരണം നമ്മുടെ ഉള്ളിൽ എവിടെയൊക്കെയോ ഇത് ചൊല്ലുമ്പോൾ ഇത് കൃത്യമായിട്ട് ആ വഴികൾ അതിൻ്റെ തുടർച്ച പോലെ ഉണ്ടാവുന്നത് ഒരു പരിധി വരെ ഞാൻ എത്തിച്ചിരുന്നു. ഒരു കാലത്ത് കടമ്പനിട്ടയും മയപ്പണിക്കൽ സാറും ഡി വിനേന്ദ്രനും ഒക്കെ ഈ ചൊൽക്കാഴ്ചകൾ അവതരിപ്പിച്ചിരുന്ന ഒരേ കാലത്ത് തന്നെയാണ്, എൻ്റെ തുടർച്ച തന്നെയാണ്, ഒരു പരിധിയുടെ ഒപ്പം തന്നെയാണ് മസൂർ എന്ന കവി വളരെ കൃത്യമായിട്ട് മറ്റെല്ലാത്തിനും ഉപരി ഇത് ചൊല്ലുമ്പോൾ നമ്മൾ ഇപ്പം കേട്ടപ്പോഴും തന്നെ നമ്മുടെ ഉള്ളിൽ അറിയാതെ കണ്ണു നിറഞ്ഞു പോകുന്ന ഒരവസ്ഥയുണ്ട്. കാരണം ഈണമുണ്ട്, വാക്കുകളുടെ ശക്തിയുണ്ട്, ഇത് രണ്ടും നമ്മുടെ ഉള്ളിലുണ്ട്. ഈ ഒരു കാലത്തെ കുറിച്ചൊന്ന് പറഞ്ഞാൽ കൊള്ളാമെന്ന്. കാരണം വേറെ ഒന്നും ഉണ്ടല്ല, ഒരു 40 വർഷത്തിന് പുറകിലേക്ക് നമ്മളൊരു കാസറ്റ് കാലം എന്നുകൂടി പറയുന്ന ഒരു കാലത്ത് പോയിട്ടില്ല. അതുകൊണ്ടൊന്ന് കേൾക്കുന്ന സന്തോഷമുള്ള കാര്യമാണ്. കാസറ്റ് കാലം എന്ന് പറയുന്നതിന് മുമ്പ് ചൊൽക്കാഴ്ചയുടെ കാലം. നമ്മുടെ പ്രിയപ്പെട്ട കാവാലം, അയ്യപ്പ പണിക്കർ, നെടുമുടികൾ, ഇവര് നാട്ടടകളിലെ ആളുകളെ കരം പിടിപ്പിച്ചു. അത് കേട്ടൊക്കെ തന്നെ നമ്മൾ പണ്ടത്. അതിലും എത്രയോ മുമ്പ് എൻ്റെ ബാല്യം തൊട്ട് ഞാൻ തോന്നിയ പാട്ട് പാടി നടന്നതാണ്. ഒരു കൂട്ടുമില്ലാതെ ഇവരുടെയൊക്കെ കൂടാതെ അവിടെ തോന്നുന്നത് എഴുതുകയോ പാടുകയും ചെയ്ത് അങ്ങനെ നടന്ന ഒരു തോന്നിയവാസിയാണ്. ആരുടെത്തും ഒരു കവിത ചൊല്ലണം, ഒരു അവസരം തരണം എന്ന് ചോദിച്ചിട്ടില്ല. കവിത എഴുതി പ്രസിദ്ധീകരിക്കാൻ ആരുടെ കയ്യിൽ കൊടുത്തിട്ടില്ല. അതൊക്കെ മടിയാണ്. തോന്നിയാൽ പാടും, രാത്രി ആയാലും പകലായാലും. ഇത് മാത്രമാണ്. പക്ഷേ കാവാലത്തിൻ്റെയും നെടുമുടിയുടെയും അവരെ പ്രോത്സാഹിപ്പിച്ച ഈ അയ്യപ്പ പണിക്കർ സാറിൻ്റെ ചൊൽക്കാഴ്ചകൾ എന്നെ ആകർഷിച്ചു. അതിലൂടെ എനിക്ക് കേരളത്തിലെ പൂർവ്വകാലങ്ങളുടെ കണ്ഠങ്ങൾ എന്താണ് എന്നൊരു ഊഹം കിട്ടി. അവരിലൂടെ അവർക്കും പിതാമഹന്മാരായിട്ടുള്ള ഒരുപാട് പേരുടെ നാദം ഇങ്ങോട്ട് വന്നു. നമ്മുടെ നാട്ടിടകളിൽ ഒരുപാട് ചൈതന്യമുണ്ട് നാദത്തിന്. അതിൽ ഭാഷയുണ്ട്, അതിൽ ജീവിതമുണ്ട്, വികാരമുണ്ട്. ഇതെല്ലാം ചേർത്താണ് വരുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഇതാണ്ടേ വരുന്നു കടമറ്റ പാറയുടെ കരുത്തോടു കൂടിയാണ്, മലയുടെ കരുത്തോടു കൂടിയാണ് വരുന്നത്. അതൊരു ഞാൻ വിസ്മയിച്ച ഒരു അനുഭവമാണ്. ഈ അനുഭവത്തിൻ്റെ പുറകെയാണ് ഞാൻ എൻ്റെ കവിതയായിട്ട് വന്നത്. അറിയാതെ ഈ കവിത പാടിപ്പോയത് കൊണ്ട് ചിലർ എന്നെ പിടിച്ച് വേദികളിൽ കൊണ്ട് നിർത്തിയാണ് എന്നെ കൊണ്ട് ഈ കവിതകൾ കൂടുതൽ അവതരിപ്പിച്ചത്. ശരിക്കും പറഞ്ഞു അതാണ് സംഭവിച്ചത്. പക്ഷേ നമ്മുടെ കാസറ്റിനും പൂർവ്വമായ ഒരു കാലത്ത് മനുഷ്യൻ്റെ വചനത്തിന് പ്രത്യക്ഷമായ ഒരു അനുഭവശേഷി ഉണ്ടായിരുന്നു. അപ്പോൾ ആളുകൾക്ക് തുറന്നു പാടാനും തുറന്നു പറയാനും സന്ദർഭങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരുടെ വാക്കുകൾക്ക് പരസ്പര വിനിമയശേഷി ഉണ്ടായിരുന്നു. നാടിൻ്റെ സിരകളിൽ നിന്ന് വരുന്ന നാദമായിട്ടത് വന്നിരുന്നു. ഇപ്പോൾ വന്ന് ഇത് യന്ത്രശ്രവണം മാത്രമാണ്. യന്ത്രമൈനകളാണ് പാടുന്നത്.
യന്ത്രമൈനകൾ വ്രതം മറക്കുമ്പോൾ എന്നൊരു കവിതയിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. യന്ത്രമൈനകളാണ് ഇപ്പോൾ പാടുന്നത്. പക്ഷേ മനുഷ്യ മന്ത്രമൈനകൾ വീണ്ടും വേണം. നമ്മുടെ ആളുകൾ വീണ്ടും ഹൃദയം തുറന്ന് ഉച്ചരിക്കുന്ന കാലം, സാമൂഹിക ബന്ധം കൂടുതലുള്ള കാലം, അതാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഭാഷയ്ക്കും കവിതയ്ക്കും ജീവിതത്തിനും കരുത്ത് വരുന്നത്, സ്വാധീനത വരുന്നത്. അതുകൊണ്ട് ആ പഴയ കാലത്ത് കാസറ്റുകൾ ഉണ്ടാക്കി, ശരിയാണ്, കാസറ്റുകൾ വന്നത് നഷ്ടപ്പെട്ടു പോയ ചില ശക്തികളെ വീണ്ടെടുക്കാനൊരു സന്ദർഭം ഉണ്ടാക്കി എന്നുള്ളത് ശരിയാണ്, തീർച്ചയായിട്ടും. കാരണമുണ്ട്. കവിതയെന്ന് പറഞ്ഞാൽ ഒരു വ്യത്യസ്ത അഭിപ്രായമുള്ളവർ കാണും. എല്ലാവർക്കും അവരവരുടെ അഭിപ്രായമാകാം, സംശയമില്ല. ഞാൻ എൻ്റെ അഭിപ്രായം എന്ന് പറയുക, കവിതയെന്ന് പറഞ്ഞാൽ മൗനമായി വായിച്ചു കൊള്ളണം, ലേഖനം എഴുതാം, അല്ലാതെ വേറൊന്നും ഉണ്ടരുത് എന്ന് ചിലർ ശഠിച്ച് വിധിച്ച് വച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ കുറേ പേര് കവിതയുമായിട്ട് ഇനി ഇറങ്ങുന്നത് പുറത്ത്. പണിക്കർ സാറൊക്കെ അതിൻ്റെ അഭിപ്രായം. അതിൻ്റെ പുറകെ ഒരു വൈതാളികനായിട്ടാണ് ഞാൻ നോക്കുന്നത്. എനിക്കത് പറയാൻ ഒരു മടിയുമില്ല. പക്ഷെ എനിക്ക് എൻ്റേതായ മടിയുണ്ടായി. അത് പണിക്കർ സാറിനെ പോലുള്ളവരൊക്കെ അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ ചിലർ പറഞ്ഞു, കവിത ഇങ്ങനെ പാടാൻ പാടില്ല, ഇങ്ങനെ പാടാൻ പാടില്ല എന്ന് ശഠിക്കുകയും അത് ഞാൻ പാടിക്കളയുന്നു എന്നതുകൊണ്ട് മാത്രം 6 മാസക്കാലം മാതൃഭൂമി പത്രത്തിൻ്റെ വാരാന്തപ്പതിപ്പിൽ കവിത പാടുന്നതിനെതിരെ നിരന്തരം ലേഖനം എഴുതുകയും ചെയ്തവരുണ്ടായിരുന്നു. ഒരു കാലത്ത് ഞാൻ മിണ്ടിയില്ല. എൻ്റെ ജോലി ഇത് മാത്രമാണ്, മറ്റൊരു മറുപടി പറയുകയല്ല. ഞാൻ മിണ്ടിയില്ല. കാരണം നാദം അനശ്വരാണ്. ആ നാദത്തിന് വിലയുണ്ട്. ഒരു ജനതയുടെ എൻ്റെ മാത്രമല്ല, എനിക്കിത് ചെയ്യാൻ കഴിയും, പിന്നെ ഇതിനെ എതിർക്കാനില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് 6ാമത്തെ ഭാഗത്തെ ഞാൻ യാദൃച്ഛികമായിട്ടാണ് ഈ പറയുന്നത്. DC കരിക്കമുറി അദ്ദേഹത്തിന് ഞാൻ നമസ്കരിക്കുന്നു. എൻ്റെ വീട്ടിൽ വന്ന് ഈ കവിത വാങ്ങിക്കൊണ്ട് പോയാണ് പുസ്തകമായിട്ട് പ്രസിദ്ധീകരിക്കുക. ഞാൻ ആരുടെയും കവിക്കൊണ്ട് കൊടുത്തതുമില്ല. അദ്ദേഹത്തില്ല, അദ്ദേഹത്തിൻ്റെ മനസ്സായിരിക്കും. വീട്ടിൽ വന്ന് ഈ 4ാമത്തെ ഭാഗം ഇത് വാങ്ങിക്കൊണ്ടുപോയി പുസ്തകമായി പ്രസിദ്ധീകരിച്ചു. ഓരോ മാസം, ഒരു 3 മാസം കൂടുമ്പോൾ ഒരു പുതിയ പതിപ്പ് ഇറക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ വേറൊരു കവിത എഴുതി, ഗാന്ധർവം. ആ ഗാന്ധർവത്തിന് ഒരു അനുഗ്രഹം തുടങ്ങാം എന്നെനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അയ്യപ്പ പണിക്കർ സാറിനെ കൊടുത്തു. അയ്യപ്പ പണിക്കർ സാറ് അതിന് ഒരു അവതാരിക എന്ന മട്ടിൽ കുറച്ച് വാക്കുകൾ എഴുതി. അതിനകത്ത് അദ്ദേഹം പറഞ്ഞു, എന്നെ കണ്ടിട്ടറിഞ്ഞല്ലോ ശകുന്തളങ്ങൾ അശിക്ഷിതം. ഈ ശകുന്തളയെ വേറെ ആരും അറിഞ്ഞില്ല, പക്ഷേ ശകുന്തങ്ങൾ പക്ഷികൾ ആണ് അറിഞ്ഞെടുത്ത് പാലിച്ചത്. അതുപോലെ നല്ല കവിത നല്ല മനസ്സുകൾക്ക്, പാവപ്പെട്ട മനസ്സുകൾക്ക് നന്നായിട്ട് തിരിച്ചറിയാൻ പറ്റും എന്നാണ് മധുസൂദനൻ നായർ തെളിയിക്കുന്നത് എന്ന് അയ്യപ്പ പണിക്കർ എഴുതിയതിനു ശേഷമാണ് ചിലർ എനിക്കെതിരെയുള്ള ഈ വചനങ്ങളൊന്ന് കുറച്ചത്. അയ്യപ്പ പണിക്കർ സാറ് പറഞ്ഞു, നല്ല കവിത ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. കാരണം നമ്മുടെ ശരിയായ വചനത്തിൻ്റെ കേൾവി നഷ്ടപ്പെടുന്നിടത്ത് ആ കേൾവിയെ തിരിച്ചു പിടിക്കുക എന്നതൊരു കർമ്മമായിരുന്നു. അതിന് വാസ്തവത്തിൽ നമ്മളെപ്പോഴുള്ളവർ ചെയ്തു. കാസറ്റുകൾ അതിനെ സഹായിക്കുകയും ചെയ്തു. ശരിയായിട്ടും കാസറ്റ് വരുന്നതിന് തൊട്ട് മുമ്പുള്ള കാര്യം കൂടെ ഒന്ന് സൂചിപ്പിക്കാം. ഞാൻ 84-ലാണ് ഈ കവിത എഴുതുന്നത്. ഇപ്പോൾ 41 വർഷം കഴിഞ്ഞു. 84-ലാണ്. 85 ഞാൻ കയ്യിൽ വെച്ചിരുന്ന അവിടെ എത്തിരിശ് ചൊല്ലുകയൊക്കെ ചെയ്തു. 86 പെട്ടെന്ന് പാലക്കാട് വയലാർപാട് വേദിയിൽ ക്ഷണിക്കപ്പെട്ട് ഞാൻ ചെന്ന് അവിടെ ഈ കവിത അവതരിപ്പിക്കുന്നു. അന്ന് ശ്രീകണ്ഠൻ നായരും ബാക്കിയുള്ളവരും കൂടെ ഈ കവിത എടുത്ത് ആകാശവാണിക്ക് ഒപ്പിട്ടൊക്കെ കൊടുത്ത് പടർന്നു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം വീട്ടിൽ ഇരിക്കാൻ പൊറുതിയില്ലായിരുന്നു. ദിവസം 25 പേർക്കെങ്കിലും ഞാൻ കവിത റെക്കോർഡ് ചെയ്ത് കൊടുക്കണം. വീട്ടിൽ വരും ടേപ്പ് റെക്കോർഡറുമായിട്ട്. ഞാനിത് കവിത പാടിക്കൊടുക്കും, എല്ലാവർക്കും പാടിക്കൊടുക്കും. ഒരു മടിയുമില്ല. കാരണം അതിൻ്റെ കർമ്മമാണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അറിയാം. കോപ്പി എടുത്ത് കൊടുക്കും. അതെനിക്കൊരു ആഹ്ലാദമായിരുന്നു. ഇങ്ങനെ എത്ര കാലം ചെയ്തു എന്നറിയില്ല. പിന്നീടാണ് ഒരു കൂട്ടർ വന്ന കാസറ്റാക്കാം എന്ന് പറഞ്ഞത്. അങ്ങനെ ചെയ്തപ്പോൾ ഇത് ജനങ്ങളിലേക്ക് പടർന്നു. അതുകൊണ്ടൊരു ഗുണമുണ്ടായി. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത് കേട്ടു. നല്ല കേൾവി ആവശ്യമാണ്. നല്ല കാഴ്ച, നല്ല കേൾവി, നർമ്മണം, കടന്നിട്ട് പറഞ്ഞിട്ടുള്ള നല്ല വാക്കോതുവാൻ പ്രാണി ഉണ്ടാകണമെങ്കിൽ
നല്ല കാഴ്ചയും നല്ല കേൾവിയും ഉണ്ടാകും. അതിലേക്കൊരു വഴിയുണ്ടായി എന്നുള്ളത് പുണ്യമാണ് ഞാൻ ഇപ്പോഴും കരുതുന്നുണ്ട്. അതുകൊണ്ട് ജീവിതം മുഴുവൻ ഇങ്ങനെ പുറത്തു പോകാനും ഇഷ്ടമാണ്. ഞാൻ ഇത് പറയുമ്പോൾ തന്നെ ആലോചിക്കുന്നത് സാർ പറഞ്ഞു വന്ന ഒരു കാര്യത്തിനകത്ത് ഈ വാക്ക് ഓതുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് ഏറ്റവും ഒരു വേറൊരു കവിത ഗാന്ധി ഉണ്ട്. അതും ഇതേപോലെ ഈ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് ഇന്നത്തെ അവസ്ഥയിൽ ഗാന്ധി വീണ്ടും വീണ്ടും ചൊല്ലേണ്ടതാണ് എന്നുള്ളത് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് എന്നുള്ളതാണ്. അതുകൂടി ഒന്ന് ഇതിനെ തുടർച്ചയായിട്ട് സംസാരിക്കണമെന്ന് അതുകൂടി ഒന്ന് പറയാം. ഗാന്ധി കുറിച്ചുകൂടി എൻ്റെ വീട്ടിൽ ഒരു മഹാത്മാവിൻ്റെ പഠനമുണ്ട്. ഞാൻ അത് കണ്ടതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് മാറ്റുന്നത് എന്നുള്ളത്. ശരിക്കും നമുക്കിന്ന് വേണ്ടാത്ത ഒരു പഴമാണ്. അതാണ് ഇന്ത്യയുടെ ആത്മാവ് എന്ന് ഞാൻ പറയുന്നത്. ഗാന്ധിയാണ് ഇന്ത്യയുടെ ആത്മാവ് എന്ന് തന്നെ എനിക്ക് അറിയാം. അത് കാര്യമില്ല, വിശദീകരിക്കാൻ പറ്റില്ല. പക്ഷേ വെടിയേറ്റു വീണ പ്രശാന്തിയാണ് ഗാന്ധി. നമ്മൾ വെടിവെച്ചിട്ട് കഴിഞ്ഞ പ്രശാന്തിയാണ്. ആ ശാന്തി തിരിച്ചെടുത്താൽ ആണ് ഒരു ഏക മനസ്സായി ഒരു നാടിന് ജീവിക്കാൻ പറ്റുന്നത്. ഇന്നിപ്പോഴും ഞാൻ സ്വപ്നം കാണുന്നു നഷ്ടപ്പെട്ടു പോയ ശാന്തിയെ തിരിച്ചെടുക്കുന്നു. തനിയേ നടന്നു നീ പോവുക എന്നാണ് ഞാൻ ആ കവിത ആരംഭിക്കുന്നത്. അപ്പോൾ ആ കവിത അങ്ങനെ ആരംഭിക്കുന്ന ടാഗോറിൻ്റെ ഒരു കവിതയെ ആധാരമാക്കിയാണ്. അപ്പോൾ ആരും നിന്നെ ശ്രദ്ധിച്ചില്ലെങ്കിലും നീ തനിച്ചു നടക്കുക എന്ന് പറയുന്ന ആ വരികളാണത്രേ മഹാത്മാഗാന്ധി ജീവിതാന്ത്യത്തിൽ ദിവസവും കേട്ടിരുന്ന ഗാനം. അദ്ദേഹത്തിൻ്റെ ശാന്തിക്ക് വേണ്ടി ആ തനിയെ നടന്നു പോവുക എന്നതിൽ പലരും വിചാരിച്ചു ഗാന്ധി ഏകാഗിയാണ് എന്നാണ്. അല്ല, ഗാന്ധിയുടെ ധീരമായ പദസഞ്ചലനമാണ് ഞാൻ ഉദ്ദേശിച്ചത്. തനിച്ച് നടക്കാനുള്ള ശേഷി ഭാരതീയൻ ഉണ്ടാക്കാനായിരുന്നല്ലോ ആ മനുഷ്യൻ പാടുപെട്ടത്. സ്വാശ്രയം, സ്വരാജ്യം, സ്വന്തം ഭരണം, സ്വാശ്രയം. ആ സ്വാശ്രയമാണ് തനിച്ച് നടക്കൽ. ഇന്നും നമുക്ക് ഒരു മൊഴിക്ക് പോലും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ഗതികേട് നിലനിൽക്കുന്നു. അതാണ് നമ്മുടെ വിനിയോഗം. ആ തനിച്ച് നടക്കാനുള്ള ഗതി നമുക്ക് ഇതുവരെ വന്നില്ല. അതിലും വേദന കൊണ്ടാണ് ഞാനിത് ഈ കവിത എഴുതിയത്. ഞാൻ രാജ്ഘട്ടിൽ പോയി ഒരു ദൃശ്യം കണ്ടതിന് ശേഷമാണ് ആ കവിത എഴുതിയത്. രാജ്ഘട്ടിൽ ആദ്യമായി പോകുന്ന ദിവസം ഈ പാതുകങ്ങളെല്ലാം അഴിച്ച് ദൂരെ വെച്ചിട്ട് ഗാന്ധിയുടെ ആ സമാധിക്ക് മുന്നിൽ കത്തുന്ന അഗ്നിക്ക് മുന്നിൽ പോയി നിൽക്കുമ്പോൾ എനിക്ക് തൊഴാൻ തോന്നിയില്ല, വെറുതെ നിൽക്കുകയാണ്. പക്ഷെ എവിടെ നിന്നോ ഉത്തർപ്രദേശിൽ നിന്നോ ആയിരിക്കണം പാവപ്പെട്ട കുറേ കുട്ടികൾ, സ്കൂൾ കുട്ടികൾ ഇങ്ങനെ നടന്നു വരുന്നു. ഒന്നോരുടെ അധ്യാപകരവരെ നയിക്കുന്നുണ്ട്. അവരിങ്ങനെ വന്നിട്ട് ഗാന്ധിയെ നമ്മൾ വെടിവെച്ചതിൻ്റെ പിറ്റേ വർഷം ജനിച്ച ഞാൻ നോക്കി നിൽക്കേ, ഗാന്ധി മറഞ്ഞു പോയിട്ട് പിന്നെയും ഒരു 40-45 വർഷത്തിന് ശേഷം ജനിച്ച ആ കുട്ടികൾ നടന്നു വന്നിട്ട് ആരും പറയാതെ തന്നെ പെട്ടെന്ന് ആ മണ്ണിൽ സാഷ്ടാംഗം വീഴുന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി, എനിക്ക് ഇതുവരെ ഗാന്ധിയെ മനസ്സിലായിട്ടില്ല. ഈ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായി ഗാന്ധിയുടെ ശക്തി അതാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, ഒരു കുഞ്ഞിൻ്റെ മനസ്സിൽ ഒരാദർശമായി, കർമ്മപ്രവണതയായി, ഒരു സമർപ്പണമായി, ഒരു ശരിയായ മനുഷ്യത്വമായി ഊർത്തു നിൽക്കുന്ന ഒരാളാണ് ഗാന്ധി. അതുകൊണ്ട് ഗാന്ധി മരിക്കില്ലെന്ന് എനിക്ക് തോന്നി. എൻ്റെ ഉള്ളിൽ വരാത്തത് ഞാൻ മാറിപ്പോയിട്ടാണ്. പക്ഷെ കുഞ്ഞുങ്ങൾ മാറിയിട്ടില്ല. ഭാവിയിൽ ഒരു രാഷ്ട്രത്തിൻ്റെ നേതാവ് ആര് എന്ന് ഒരു കുഞ്ഞിനോട് ചോദിക്കണമെന്നാണ് എനിക്ക് അന്ന് തോന്നിയത്. കുഞ്ഞുങ്ങൾ സ്നേഹിക്കുന്നവനാണ് രാജ്യത്തിൻ്റെ ശരിയായ നേതാവ് എന്നിപ്പോഴും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് സ്നേഹം തോന്നണം. ഈ കുഞ്ഞുങ്ങളെ കണ്ടിട്ട് മടങ്ങിപ്പോന്നിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന PK രാജൻ സാറിനോട് ഞാൻ പറഞ്ഞു, സാർ എനിക്കിതുവരെ ഗാന്ധിയെ മനസ്സിലായിട്ടില്ല. ഇന്ന് കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ വെടിവെച്ചു കൊന്ന ആ മനുഷ്യനാണ് നമ്മുടെ ശരിയായ ആദർശപുരുഷൻ. തിരിച്ചു വന്നിട്ടാണ് ഞാൻ ഈ കവിത എഴുതിയത്. എന്നിട്ട് എൻ്റെ അടുത്ത വർഷം മറീന ബീച്ചിൽ, ചെന്നൈയിലെ മറീന ബീച്ചിൽ സ്വാതന്ത്ര്യത്തിൻ്റെ പൊൻപിഴ എന്ന് പറഞ്ഞാൽ ഗോൾഡൻ ജൂബിലി 50-ാം വർഷം ആഘോഷിക്കുമ്പോൾ
കേരളത്തിനെ പ്രതിനിധീകരിക്കുന്ന ഒരു കവിയായി ഞാൻ ക്ഷണിക്കപ്പെട്ടു. ഞാനവിടെ ചെന്നു. മഹത്തായ വലിയ വൻകിട ഉദ്ഘാടന സമ്മേളനം. അത് കഴിഞ്ഞ് നമ്മുടെ പ്രിയപ്പെട്ട ദേവഗായകൻ യേശുദാസിൻ്റെ ഒരു കച്ചേരി ഉണ്ടായിരുന്നു. അത് നമുക്ക് അഭിമാനമാണ്. ആ കച്ചേരി കഴിഞ്ഞ ഉടനെ തെന്നിന്ത്യൻ കവികളുടെ സതിരായിരുന്നു. ആ സതിരിൽ ഞാൻ കയറിയിട്ട് എൻ്റെ ഊഴം വന്നപ്പോൾ ഞാൻ കയറിയിട്ട് ഉള്ളിലായിരുന്നു. എൻ്റെ ഊഴം വന്ന് ഞാൻ കയറിയപ്പോൾ കയറി ആദ്യം എൻ്റെ ഗുരുനാഥൻ എന്ന ഉള്ളത്തോടെ കവിത അവതരിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ ഗാന്ധി എന്ന കവിത പാടി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ചൊല്ലിയ കവിതയുടെ പൊരുൾ തമിഴ് മാത്രം അറിയുന്ന പലർക്കും, മലയാളം അറിഞ്ഞുകൂടാത്ത പലർക്കും, തമിഴ് മാത്രമല്ല മലയാളം അറിഞ്ഞുകൂടാത്ത പലർക്കും മനസ്സിലായി. ഞാൻ വേദി വിട്ട് ഇറങ്ങിയപ്പോൾ, ഞങ്ങളുടെ പറഞ്ഞിട്ടുണ്ട്, വേദി വിട്ട് ഇറങ്ങിയപ്പോൾ എന്നെ ഒരു ഇങ്ങനെ പോയിട്ട ഒരാൾ വന്ന് ഇങ്ങനെ പിടിച്ചു, അണച്ചു പിടിച്ചിട്ട് ചെറുപ്പാരത്ത് എന്നാ സ്വരം, എത്രയും ഗാന്ധികൾ, എൻ്റെ കവിതയിൽ എത്ര ഗാന്ധികളുണ്ട്. കുന്നക്കൂടി വൈദ്യനാഥ ഭാഗവർ എന്ന് പറയുന്ന ആളായിരുന്നു അത്. അദ്ദേഹത്തിൻ്റെ വയലിൽ ഞാൻ പതിവായിട്ട് കേൾക്കുന്നതാണ്. അദ്ദേഹം വിളിച്ചപ്പോൾ ഞാൻ അല്ലാതെ ഒതുങ്ങിപ്പോയി, ചുരുക്കിപ്പോയി. മഹിമയാണ് ആ മനുഷ്യൻ ചെയ്തത്. അത് കഴിഞ്ഞ് ഒരാൾ വന്ന് എൻ്റെ മുന്നിൽ ഒരു പരിമാണനാണ് ആൾ. എനിക്ക് ആളിനെ മനസ്സിലായി. എന്നെ പരിചയപ്പെടുത്തുകയാണ്. ഞാൻ ഒരു ശില്പ പാട്ടുകാരൻ. ഇതിനെ പറ്റി പരിചയപ്പെടുത്തുക SP ബാലസുബ്രഹ്മണ്യം. അവർക്ക് ഇത് കൃത്യം മനസ്സിലായി. കവിതയ്ക്കുള്ളിൽ എന്തുണ്ട് ഇനി ഗാന്ധി എന്ന കവിത കേട്ടപ്പോൾ മനസ്സിലായി. അപ്പോഴാണ് നമ്മളെല്ലാം തെന്നിന്ത്യനെന്നോ വടക്കേ ഇന്ത്യക്കാരനെന്നോ അല്ല ഒരു മനസ്സുള്ളവരാകാൻ കഴിയും എന്നെനിക്ക് മനസ്സിലായി. വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ ബഹ്റൈൻ എയർപോർട്ടിൽ വെച്ച് SP ബാലസുബ്രഹ്മണ്യത്തിനെ കണ്ടപ്പോൾ എന്താ കവിஞരല്ലയാ എന്ന് പറഞ്ഞ് ഇങ്ങനെ അടുത്ത് വന്നിട്ട് പിടിച്ചു. അതാണ് വലിയ മനുഷ്യരുടെ സ്വഭാവം എനിക്ക് മനസ്സിലായി. ഗാന്ധിയാണ് ഇതിന് കാരണക്കാരൻ. ഗാന്ധിയെ അവിടെ അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഈ മണ്ണിലെ എല്ലാ അസ്വാസ്ഥ്യങ്ങൾക്കും മീതെ, എല്ലാ എരിയുന്ന അഗ്നികൾക്കും മീതെ നടക്കാൻ ഗാന്ധിയുടെ ആ കൊലുമ്പ പാദം വേണം എന്നാണ്. ഇപ്പോഴും വേണം നമുക്കൊരു ഗാന്ധി ആവശ്യമുണ്ട്. മറ്റൊരാളിനെ സാധിക്കില്ല. നമ്മളെല്ലാവരും ഈ ആളി കത്തിച്ചുകൊണ്ടേയിരിക്കുന്നു, വിഭാഗീയത പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഒരു ആറാമത്തെ പ്രാന്തൻ എല്ലാവരും ഒന്ന് എന്ന ശാന്തിപാഠം പറഞ്ഞുണ്ട്. ഇത് ശ്രീനാരായണ ഗുരുവും ഒരു ചട്ടമ്പി സ്വാമികളും ഈ ഭ്രാന്തന്മാരായിട്ട് നടന്നതാണ്. അവർ നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ലോകത്തുള്ള സകല മനുഷ്യരും ഒന്നായിട്ട് നിൽക്കണം. അത് നിൽക്കാതെ പോയതാണ് നമ്മുടെ ഏറ്റവും വലിയ ദുരന്തമെന്ന് സാർ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞത്. വർണ്ണാടത്തെ പ്രാന്തനും പറയുന്നത് അത് തന്നെയാണ്. അതിൻ്റെ ഒരു തുടർച്ചയാണ്. ഞാനിത് എപ്പോഴും ആലോചിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അവർ പറഞ്ഞു വന്നപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ സകല എപ്പിക്കുകളും, ഭൂമിയിലുള്ള സകല എപ്പിക്കുകളും, പുരാണങ്ങളും കവികളും മതങ്ങളും എല്ലാ മനുഷ്യരും അടക്കം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്നേഹത്തെക്കുറിച്ചും സാഹോദര്യത്തെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഐകമത്യം. എന്നിട്ടും എന്തുകൊണ്ട് എന്ന് ഞാൻ ഇപ്പോഴും പോലെ നമ്മുടെ നാട്ടിൽ ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. കേട്ടോ, ലോകത്താദ്യമായിട്ട് ഏകമതം എന്ന ആശയം ഉണ്ടായ നാട് നമ്മുടെ നാട്. ഋഗ്വേദത്തിലെ ഏറ്റവും ഒടുവിലത്തെ സൂക്തം ഐകമത്യ സൂക്തം എന്നാണ്. ഏകമതം, ഒരേ മനസ്സെന്ന അർത്ഥം. എന്ത് പറയുന്ന മതമല്ല ആ വാക്കിൻ്റെ അകത്ത്. ഒരു മതം, ഒരേ മനസ്സ്. അതായത് സങ്കച്ഛത്വം സമ്പദത്വം സംഭവ മനാംസി യാമത. ഒരേ മനസ്സ്, എല്ലാവർക്കും ഒരേ മനസ്സുണ്ടാവട്ടെ. എന്തുകൊണ്ട്? വേദവ്യാസൻ പറഞ്ഞതുപോലെ ധർമാർത്ഥശ്ച കാമശ്ച, ധർമ്മം കൊണ്ട് തന്നെ അർത്ഥവും കാമവും നമുക്ക് ധരിക്കാം. സ കിമർത്ഥം ന സേവ്യതേ, എന്തുകൊണ്ട് ഏകധർമ്മം എല്ലാവരും പാലിക്കുന്നില്ല? ഇത് വേദവ്യാസൻ മഹാഭാരതത്തിൽ പറഞ്ഞതാണ്. ഊർധ്വപാതവുമായി ഞാൻ വിളിച്ചു ചോദിക്കുന്നു, നിങ്ങൾ ആരും കേൾക്കുന്നില്ലേ? ധർമ്മം കൊണ്ട് തന്നെ അർത്ഥവും കാമവും എല്ലാവർക്കും നേടാമല്ലോ. എന്തുകൊണ്ട് ഈ ധർമ്മത്തിൻ്റെ വഴിക്ക് നിങ്ങൾ പോകുന്നില്ല എന്ന് ചോദിച്ച മഹാഭാരതം തുറന്ന നാട്ടിൽ നമ്മളിപ്പോഴും വേറെ വഴി കൂടെ സഞ്ചരിക്കുന്നു. നമ്മുടെ ഈ എല്ലാ കാലത്തും നമ്മൾ ബൈബിളിലായാലും ഖുർആനിലായാലും എല്ലാ പ്രവാചകന്മാരും നേര് ചെയ്യുകയാണെന്നാണ് നമ്മളോട് പറയുന്നത്. നാരായണത്തെ പ്രാന്തനിലെ പെരുകാലം ചെയ്യുന്നതും അതേ നേര് തന്നെയാണ്. ഈ നേര് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന കാര്യങ്ങൾ അത് വിളിച്ചു പറയുമ്പോൾ പലപ്പോഴും പല മനുഷ്യന്മാർക്കും തോന്നുന്ന, അത് എന്തിനാണ് സത്യം പറയുന്നത്, അത് പറയുന്നത് ശരിയാണോ, അത് ആവശ്യമാണോ, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവില്ലേ എന്ന് പറയുന്നത് ഇരട്ടത്താപ്പിൻ്റെ ഒരു മനസ്സ് ഭയങ്കരമായിട്ട് കൊണ്ടുപോകുന്ന ഒരു കാലം കൂടി ഉണ്ട് എന്ന് ഈ 40 വർഷത്തെ കവിതയ്ക്കകത്ത് നിന്നുകൊണ്ട് സാറ് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം
ഈ അന്ന് എഴുതുമ്പോഴും അത് നമ്മൾ പാവപ്പെട്ടവരുടെ കയ്യിൽ നിന്ന് പങ്ക് വേണ്ടി ഉള്ളതെന്ന് പറഞ്ഞുകൊണ്ട് പങ്ക് കൊടുക്കും. അതിൻ്റെ പങ്ക് നമ്മൾ പറ്റുന്ന ആളുകൾ ഉണ്ടാവുകയും ചെയ്തൊരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത് എന്ന് സങ്കടത്തോടു കൂടി കണ്ടുവരുന്നതാണ്. അത് ശരിയാണ്. പലർക്കും തുറന്നു പറയാൻ പേടിയാണ്, പലർക്കും തുറന്നു പറയാൻ ഇഷ്ടമല്ല. തുറന്നു പറഞ്ഞാൽ നമ്മുടെ കാര്യം നടക്കില്ലല്ലോ. പക്ഷേ നേര് പറയുന്നവനാണ് ധീരൻ. സത്യവചനം, സത്യത്തിൽ നിന്ന് ഒരുപാട് അകന്നു കഴിഞ്ഞ സമൂഹമാണ് ഇത്. അത് സംശയമില്ല. നമ്മളെല്ലാം സത്യമെന്ന് പറഞ്ഞ് അസത്യത്തെ ഭജിക്കുന്നവരാണ്. അതാണ് പുതിയ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ദുര്യോഗവും എന്ന് ഞാൻ കരുതുന്നു. വിളിച്ചു പറയുന്നവൻ്റെ വാക്കാവിത് എന്ന് ബൈബിളിൽ യോഹന്നാൻ സ്നാപകൻ പറയുന്നുണ്ട്. പ്രവാചകൻ വിളിച്ചു പറയുന്നവൻ, സത്യം വിളിച്ചു പറയുന്നവനായതുകൊണ്ട് അവൻ്റെ തല കൊയ്യപ്പെട്ടു എന്ന് ബൈബിളിൽ തന്നെ കാണുന്നുമുണ്ട്. അത് ഇന്ന് വളരെ കൂടുതലാണ്. ആ കാലത്ത് ഏറ്റവും കൂടുതൽ ധീരാത്മാക്കളായി പെരുമാറാവുന്നവർ കലാകാരന്മാരാണ് എന്ന് ഉറപ്പിച്ചു പറയാം. കലാകാരന്മാർക്ക് എൻ്റെ കാഴ്ചയിൽ, എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ അഭിമതത്തിൽ കലാകാരന്മാർക്ക് പക്ഷഭേദം ഇല്ല, ഒരിക്കലുമില്ല. ഒരു കുഞ്ഞ് കിളിയും മഹാനായ മനുഷ്യരും കലാകാരന്മാർക്ക് ഒരുപോലാണ്. അവൻ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ പുറകിലോട്ട് പോയി കാണാതെ പോയ ആടിനെ കണ്ടുപിടിക്കുന്നവനാണ്, ഉടന്തനായ ആടിനെ. അവൻ അവൻ്റെ കൂടെ ഉണ്ട്. അതേസമയം എല്ലാത്തിനെയും സമമായി കാണാനും അവനേ കഴിയുള്ളൂ. ആ സമദർശനം ആണ് ലോകത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമാണ്. ഇപ്പം ഞാനിപ്പോഴും എൻ്റെ അവസാന ശ്വാസം വരെ വിശ്വസിക്കുന്നു, സമദർശനവും സത്യബോധവും മതി. അതാണ് വ്യാസനെ കുറിച്ച് പറഞ്ഞത്. അതാണ് ധർമ്മം. അതിനു വേണ്ടിയിട്ടാണ് എഴുതുന്നത് എന്നത് ഉറപ്പാണ്. ചിലപ്പോൾ പലർക്കും പെട്ടെന്നൊരു അപ്പോഴപ്പോഴേത് പക്ഷത്തിൽ നിന്ന് എഴുതിയാൽ കൊള്ളാം എന്ന് തോന്നുമായിരിക്കും. അങ്ങനെ തോന്നുന്നവർ കുറച്ചു പേര് കാണും. പക്ഷേ ഒരു നമ്പ്യാർ ഏത് എഴുത്തുകാരനും ഉണ്ടാവണം എന്നതാണ് എൻ്റെ നിർബന്ധം. ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം എന്ന് പറഞ്ഞ ആൾ തന്നെ. പക്ഷേ ഈ പക്കത്തെ ഊണിന് വാലാട്ടി നിൽക്കുന്ന ഒരു പശുവല്ല എഴുത്തുകാരൻ, കവി. അത് ശ്രദ്ധിക്കേണ്ടതാണ്. കാപ്പും അക്ഷരലക്ഷവും തേടുന്നവനല്ല കവി. രാജാങ്കണങ്ങളിൽ എനിക്കിടം വേണ്ട, രാഗപ്രഭാവ പ്രസാദങ്ങൾ വേണ്ട, കോപ്പ് വഴിയുന്ന രണ്ടേകാൽ വേണ്ട, കാപ്പും അക്ഷരലക്ഷവും വേണ്ട വേണ്ട എന്ന് കുഞ്ചൻ നമ്പ്യാർ പറയുന്നതായിട്ട് ഞാൻ എൻ്റെ കവിതയിൽ എഴുതിയിട്ടുണ്ട്. കനൽ മൊഴികൾ എന്ന കവിത. വിറ്റില്ല ഞാൻ എൻ്റെ ജന്മം ഒരു ഇത്തിരി കൊറ്റിനു വേണ്ടി ഇട്ടാക്കും, വെട്ടിപ്പിടിച്ചില്ല സ്വർഗങ്ങൾ, ആരുടെയും അർത്ഥങ്ങൾ അവതരിച്ചില്ല. ഒരു കവിയുടെ വചനമാണ്. എനിക്ക് രാജപ്രഭാവ പ്രസാദങ്ങൾ വേണ്ട, അക്ഷരലക്ഷം വേണ്ട, രണ്ടേകാലും വേണ്ട, ഇവിടുത്തെ പദവികളും വേണ്ട. പക്ഷെ പറയാനുള്ള തുറന്ന് പറയണം. അങ്ങനെ പറഞ്ഞവനാണ് കുഞ്ചൻ നമ്പ്യാർ. ഞാൻ കുഞ്ചൻ നമ്പ്യാർ ബഹുമാനിക്കുന്നത് അത് തുറന്ന് പറയാം. ആ കനൽ മൊഴികൾ എന്ന കവിത എഴുതുമ്പോൾ ബഹുമാനപൂർവ്വമാണ് എഴുതിയത്. നമ്പ്യാർ എന്ന കവിയെ ഞാൻ ബഹുമാനിക്കുന്നത് നമ്മുടെ നാട്ടിലെ, ചിലപ്പോൾ ലോകത്തിൽ തന്നെ ആദ്യത്തെ ഏറ്റവും വിപ്ലവകാരിയായ കവി എന്ന അർത്ഥത്തിലാണ്. വിപ്ലവകാരിയായ കവി. നമ്മൾക്കാണെങ്കിൽ ആദ്യത്തെ ക്ഷേത്രപ്രവേശന വിളംബരകാരൻ കുഞ്ചൻ നമ്പ്യാർ എൻ്റെ കാഴ്ചയിൽ. എങ്ങനെ? ഇവിടുത്തെ തമ്പുരാനാണല്ലോ ക്ഷേത്രപ്രവേശന വിളംബരം കൊണ്ടുവന്നത്. പക്ഷേ അതിനു മുമ്പ് സ്വന്തം വിളംബരം അദ്ദേഹം നടത്തിയിരുന്നു. അമ്പലത്തിൽ കയറാൻ യോഗ്യതയില്ലാത്ത കൊലയനെയും പറയനെയും വേലനെയും അണിനിരത്തി അവൻ്റെ വേഷമെടുത്ത് ഓട്ടൻ തുള്ളൽ, പറയൻ തുള്ളൽ, ശീതങ്കം തുള്ളൽ, 3 തുള്ളലായിട്ട് അവന് വേണ്ടി സ്വയം വേഷം കെട്ടി, അവന് വേണ്ടി കൊലയന്റെ വേഷം കെട്ടി, അവന് വേണ്ടി പറയന്റെ വേഷം കെട്ടി, അവന് വേണ്ടി വേലന്റെ വേഷം കെട്ടി. ഈ വേഷമെടുത്ത് അമ്പലത്തിനകത്ത് കയറി തുള്ളിയവനാണ് കുഞ്ചൻ നമ്പ്യാർ. ആലോചിച്ച് നോക്കണം. അതാണ് ക്ഷേത്രപ്രവേശനം. അതിന് ആളുകൾ ഓടിച്ചിട്ട് അടിച്ചു അദ്ദേഹത്തിന്. ആ അടിയും കൊണ്ടോട്ടാണ് അമ്പലപ്പുഴയിൽ നിന്ന് ഓടി ഇവിടെ വരെ വന്നത്, തിരുവനന്തപുരത്ത് വന്നത്. തിരുവനന്തപുരത്ത് വന്നപ്പോഴും ഇവിടുത്തെ കുഴപ്പം അങ്ങേര് മനസ്സിലാക്കി. അതുകൊണ്ട് ഇവിടുത്തെ രീതികൾ കണ്ടിട്ടും അദ്ദേഹം പച്ചയ്ക്ക് തുറന്ന് പറയാനുള്ളത് പറഞ്ഞു. ആ പറച്ചിൽ ഒരു വെറുതെയുള്ള വിനാശകരമായ ക്രിറ്റിസിസം അല്ല, ഒരിക്കലുമല്ല. തിരുത്താൻ വേണ്ടിയിട്ടാണ്. ഭരണാധികാരി സ്വയം തിരുത്തണം. അതാണ് പ്രധാനം. ശക്തൻ തമ്പുരാനെ കുറിച്ചൊരു കഥയുണ്ട്, എല്ലാവരും കേട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്കിലും ഒന്ന് സൂചിപ്പിക്കാം.
ശക്തൻ തമ്പുരാനെ കുറിച്ചുള്ള അദ്ദേഹം വെച്ചാൽ ശക്തൻ തമ്പുരാൻ ചാക്യാരെ കൂട്ടു പറയുന്നിടത്ത് കേൾക്കാൻ മുമ്പിൽ സിംഹാസനം പോലുള്ള ഒരു ആസനത്തിൽ ഇരുന്നിരുന്നു. അപ്പൊ ഈ ചാക്യാർ സുന്ദരൻ ശക്തൻ തമ്പുരാൻ ഒത്തിരി പൂച്ചക്കണ്ണുണ്ട്. അപ്പൊ ആ പൂച്ചക്കണ്ണിനെ തന്നെ ഒന്ന് കളിയാക്കിക്കൊണ്ട് ഇദ്ദേഹം ഒരു പരാമർശം നടത്തി. ചാക്യാര് പൂച്ചക്കണ്ണിനെ കളിയാക്കിക്കൊണ്ട് ഇന്നത്തെ ചാക്യാർക്ക് വിമർശിക്കാം. പക്ഷെ ശക്തൻ തമ്പുരാൻ കടുപ്പക്കാരനാണ്. ശക്തൻ തമ്പുരാൻ ആളുകൾ വിചാരിച്ചു ശക്തൻ തമ്പുരാൻ ഇന്ത്യയുടെ തല കൊയ്യും. കൂത്തു കഴിഞ്ഞു. ചാക്യാര് ശക്തൻ തമ്പുരാന്റെ മുന്നിൽ ഹാജരാകാൻ ആജ്ഞാപിക്കപ്പെട്ടു. അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോ സിംഹാസനത്തിൽ ഉടവാളും കയ്യിൽ പിടിച്ച് ഉഗ്രശാസനായിട്ടിരിക്കുകയാണ് ശക്തൻ തമ്പുരാൻ. ഇപ്പോഴെന്ത് തോന്നുന്നു എന്ന് ചോദിച്ചു. ഇപ്പോഴെന്ത് തോന്നുന്നു എന്നാണ് ചോദ്യം. അപ്പോഴും ഈ ചാക്യാര് പറഞ്ഞു, പൂച്ചയെ കണ്ട് എലിയെ പോലെ തോന്നുന്നു. പൂച്ചക്കണ്ണിനെ ആക്ഷേപിച്ചതാണ്. ഇവിടെ ഞാൻ വിട്ടില്ല. പൂച്ചയെ കണ്ട് എലിയെ പോലെ ആയിപ്പോയി ഞാൻ. പേടിയുണ്ട്. പക്ഷെ പൂച്ച എന്നുള്ള സത്യം പറയാതിരുന്നില്ല. ഒരു കവി, കലാകാരൻ പറയേണ്ടത് പറയും. കാരണം കല ധർമ്മപ്രവചനം അല്ലേ? കുഴിമുറിയുടെ ശില്പിയാണ് ഇരിക്കുന്നത്. അദ്ദേഹത്തിന് അറിയാം ജീവിതത്തിലെ ധർമ്മങ്ങളെക്കുറിച്ചാണ്. എല്ലാ മനുഷ്യനും ഒരുപോലെ ബാധകമാകുന്ന മനുഷ്യധർമ്മങ്ങളെക്കുറിച്ചാണ്, സ്നേഹത്തെക്കുറിച്ചാണ്, പരസ്പരമുള്ള ചേരുവയെക്കുറിച്ചാണ്, മൈത്രിയെക്കുറിച്ചാണ് എപ്പോഴും എഴുത്തുകാരൻ, കലാകാരൻ ചെയ്യുന്നത്. കലാകാരൻ്റെ ശില്പങ്ങളെല്ലാം അന്യോന്യം ഇണക്കമുള്ള വചനങ്ങളോ സ്വരങ്ങളോ ശില്പരൂപങ്ങളോ ആയിരിക്കും. താളത്തെറ്റ് വരില്ല. സമൂഹത്തിൻ്റെ അപഭ്രംശങ്ങളെ, അപക്രമങ്ങളെ തിരുത്താനാണ് അല്ലേ കലാകാരനും എഴുത്തുകാരനും പ്രവർത്തിക്കുന്നത് എന്ന് തന്നെ ഞാൻ ഇപ്പോഴും കരുതുന്നു. അതുകൊണ്ട് എഴുത്തുകാരുടെ, കലാകാരന്മാരുടെ വചനങ്ങൾ ധീരതയോടുകൂടി സത്യവചനത്തിനായി നിൽക്കും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നൗസർ സാറിനോടൊപ്പമുള്ളൊരു വർത്തമാനമില്ല. കാരണം നമ്മൾ സ്വയം ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. കാരണം സത്യം പറയാനുള്ള ധൈര്യം ഉണ്ടാവുക എന്നുള്ളതിന് ഏറ്റവും പ്രധാനം. സത്യം പറയുമ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ അല്ലെങ്കിൽ വിമർശിച്ചാൽ നമ്മൾ ഇല്ലാതായി കിട്ടാൻ പോകുന്ന എന്തെങ്കിലും നേട്ടങ്ങളുണ്ടെങ്കിൽ അത് ഇല്ലാതാവുമെന്ന് ഭയപ്പെടുന്ന ഒരു സമൂഹത്തെ ആണ് ഇപ്പോൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒരു കാരണവശാലും ഒരു രാജ്യത്തിൻ്റെയോ ഒരു ലോകത്തിൻ്റെയോ പുരോഗതിക്കൊട്ട് തന്നെ ഗുണകരമാകുന്നില്ല. തെറ്റ് കണ്ടാൽ വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു മനസ്സുണ്ടാവുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നാരായണ ഭ്രാന്തൻ എന്ന കവിത എനിക്ക് തോന്നുന്നു സാറ് അതൊന്നുകൂടി ഇവിടെ ചൊല്ലിയാൽ മുഴുവൻ 12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ. 12 രാശിയും നീറ്റുമമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് നാഥൻ. 12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ. 12 രാശിയും നീറ്റുമമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് നാഥൻ. എന്റെ സിരയിൽ നുരയ്ക്കും പുഴുക്കളില്ല, കണ്ണിലിരവിന്റെ പാഷാണത്തിനിരവില്ല. എന്റെ സിരയിൽ നുരയ്ക്കും പുഴുക്കളില്ല, കണ്ണിലിരവിന്റെ പാഷാണത്തിനിരമില്ല. ഉള്ളിനഗ്നികോണിൽ കാറ്റുലഞ്ഞു തീരിറ്റുന്ന നഗ്നമാം ദുസ്വകാമമില്ല. പാഴിൻ ചെതുമ്പിച്ച വാതിലുകൾ അടയുന്ന, പാഴ്നിഴൽ പുറ്റുകൾ വിതപ്പാക്കിയുടയുന്ന, ചിടകെട്ടി കേവലത ധ്യാനത്തിലുറയുന്ന ചുടുകാട്ടിൽ എരിയാതെരിഞ്ഞ തിരിയാൽ, ചുടുകാട്ടിൽ എരിയാതെരിഞ്ഞ തിരിയാൽ നേരു ചികയുന്ന ഞാനാണ് ഭ്രാന്തൻ. മൂകമുരുകുന്ന ഞാനാണ് മൂഢൻ. നേരു ചികയുന്ന ഞാനാണ് ഭ്രാന്തൻ. മൂകമുരുകുന്ന ഞാനാണ് മൂഢൻ. കോയ്മയുടെ കോലങ്ങളെരിയുന്ന ജീവിത ചുടലയ്ക്കു കൂട്ടിരിക്കുമ്പോൾ, കോവിലുകളെല്ലാം ഒതുങ്ങുന്ന കോവിലിൽ കഴകത്തിനെത്തി നിൽക്കുമ്പോൾ, കോയ്മയുടെ കോലങ്ങളെരിയുന്ന ജീവിത ചുടലയ്ക്ക് കൂട്ടിരിക്കുമ്പോൾ, കോവിലുകളെല്ലാം ഒതുങ്ങുന്ന കോവിലിൽ കഴകത്തിനെത്തി നിൽക്കുമ്പോൾ, കോലായിലിക്കാലം ഒരു മന്തുകാലുമായി തീരായുവാനിരിക്കുന്നു.
ചീർത്ത കൂനങ്കിനാക്കൾ തൻ കുന്നിലേക്ക് മേഘകാമങ്ങൾ കല്ലുരുട്ടുന്നു. ഒട്ടിവലിയുന്ന ദിശയെട്ടും ഉപശാന്തിയുടെ മുട്ടുകൾ തിരഞ്ഞ് നടകൊള്ളുകേ. ഓർമ്മയിലൊരൂടുവഴി വരരുചിപ്പഴമയുടെ നേർവരയിലേക്ക് തിരിയുന്നു. ഇവിടെയല്ലോ പണ്ടൊരദ്വൈതി പ്രകൃതി തൻ പ്രതശുദ്ധി വടിവാർന്നൊരെണ്ണമ്മയൊന്നിച്ച് ദേവകൾ തുയിലുണരുമിടനാട്ടിൽ ദാരുകല ഭാവനകൾ വാർക്കുന്ന പൊന്നമ്പലങ്ങളിൽ പുഴകൾ വെൺപാവിനാൽ വെണ്മ നെയ്യും നാട്ടുപൂഴിപ്പരപ്പുകളിൽ ഓതിരം കടകങ്ങൾ നേരിന്റെ ചുവടുറപ്പിക്കുന്ന കളരിയിൽ നാണം ചുവക്കും വടക്കിനി തിണ്ണയിൽ ഇരുളിന്റെ ആഴത്തിൽ അധ്യാത്മ ചൈതന്യമിവ വെട്ടി വിരിയുന്ന വേടമാടങ്ങളിൽ ഇറകളിളം തണ്ടിൽ ആത്മബോധത്തിന്റെ ഇണം കൊരുക്കുന്ന കാടകപ്പൊന്തയിൽ പുള്ളും പരുന്തും കുരുത്തോലനാഗവും വള്ളുവ ചിന്തു കേട്ടാടും വനങ്ങളിൽ ആടിമേഘം പുലപ്പേടി വേഷം കളഞ്ഞാവളി പൂവുകൾ നീട്ടും കളങ്ങളിൽ അടിയാതിറക്കുന്ന പാടപ്പറമ്പുകളിൽ അതിസൂക്ത സ്വരിത യജ്ഞപാടങ്ങളിൽ വാക്കുകൾ മുളയ്ക്കാത്ത കുന്നുകളിൽ വർണ്ണങ്ങൾ പറ്റും ഉന്മതവാദ വിഭ്രമ ചുഴികളിൽ അകഞ്ഞതും കാമണ്ണിലുയിരിട്ടൊരാശമേൽ ആര്യത്വ ഊർജരേണുക്കൾ ചൊരിഞ്ഞതും 12 മക്കളത്രേ പിറന്നു ഞങ്ങൾ 12 കയ്യിൽ വളർന്നു കണ്ടാലറിഞ്ഞേക്കുമെങ്കിലും തങ്ങളിൽ 2 എന്ന ഭാവം തികഞ്ഞു ചാത്തമുട്ടാനൊത്തു ചേരുമാറും നിങ്ങൾ ചേട്ടന്റെ ഇല്ലപ്പറമ്പിൽ ചത്തനും പാണനും പാക്കനാരും പെരും തച്ചനും നായരും പള്ളുപോലും ഉപ്പുകൊറ്റനും രജകനും കാരക്കലമ്മയും കാഴ്ചയ്ക്കു വേണ്ടി ഞാനും വെറും കാഴ്ചയ്ക്കു വേണ്ടി ഞാനും ഇന്ദ്രിയം കൊണ്ടേ ചവയ്ക്കുന്ന താമ്പൂലം ഇന്നലത്തെ പ്രാദുർഭാവം തങ്ങളിൽ മുഖത്തുതുപ്പും നമ്മൾ ഒന്നെന്ന് ചൊല്ലും ചിരിക്കും പിണ്ടം പിതൃക്കൾക്ക് വയ്ക്കാതെ കാവിനും പള്ളിക്കുമെന്നെണ്ണി മാറ്റും പിന്നെ അന്നത്തെ അന്നത്തിനെന്റെ ഭാണ്ഡങ്ങൾ തന്ത്രത്തിലൊപ്പിച്ചെടുക്കും ചാത്തൻ എന്റേതെന്ന് കൂറു ചേർക്കാൻ ചിലർ ചാത്തിരാംഗം നടത്തുന്നു ചുങ്കം കൊടുത്തും ചിതം പറഞ്ഞും വിളിച്ചംഗത്തിനാള് കൂട്ടുന്നു വായില്ല കുന്നിലെ പാപത്തിനായി പങ്കുവാങ്ങി പകുത്തെടുക്കുന്നു അഗ്നിഹോത്രിക്കുന്ന ഗാർഹപത്യത്തിനോ സപ്തമുഖ ജഠരാഗ്നിയത്തെ ഓരോ ശിശുരോദനത്തിലും കേൾപ്പുനാൻ ഒരു കോടീശ്വര വിലാപം ഓരോ കരുന്തിരി കണ്ണിലും കണ്ണുനാൻ 1 കോടി ദേവനൈരാശ്യം ജ്ഞാനത്തിനായി കുമ്പിൽ നിട്ടുന്ന പൂവിന്റെ ജാതി ചോദിക്കുന്നു വ്യോമസിംഹാസനം ജീവന്റെ നീതി കിടക്കുന്ന പ്രാവിന്റെ ജാതകം നോക്കുന്നു ദൈത്യന്യായാസനം ശ്രദ്ധയോടന്നം കൊടുക്കേണ്ട കൈകളോ അധിയിൽ വർണ്ണവും വിത്തവും തപ്പുന്നു ഉമിനീരിൽ എരിനീരിൽ എല്ലാം ദഹിക്കയാണ് ഉഴിയിൽ ദാഹമേ ബാക്കി ചാരങ്ങൾ പോലും പകുത്തു തിന്നുന്നൊരി പ്രേതങ്ങളലറുന്ന നേരം പേയും പിശാചും പരസ്പരം തീവട്ടി പേറി അടരാടുന്ന നേരം നാദങ്ങളിൽ സർവനാശം ഇടിവെട്ടുമ്പോൾ ആഴങ്ങളിൽ ശ്വാസ തന്മാത്ര പൊട്ടുമ്പോൾ അറിയാതെ ആശിച്ചു പോകുന്നു ഞാൻ വീണ്ടും ഒരു നാൾ വരും എന്റെ ചുടലപ്പറമ്പിനെ തുടതുള്ളും ഈ സ്വാർത്ഥ സിംഹാസനങ്ങളെ കടലെടുക്കും പിന്നെ ഇഴയുന്ന ജീവന്റെ അടലിൽ നിന്ന് അമരഗീതം പോലെ ആത്മാക്കൾ ഇഴചേർന്ന് ഒരു അദ്വൈത പത്മമുണ്ടായി വരും അതിലെന്റെ കരളിന്റെ നിറവും
സുഗന്ധവും ഊഷ്മാവും ഉണ്ടായിരിക്കും. അതിൽ എൻ്റെ താരസ്വരത്തിൻ പരാഗങ്ങൾ അണുരൂപമാർന്നടയിരിക്കും. അതിനുള്ളിൽ ഒരു കൽപ്പതപമാർന്ന ചൂടിൽ നിന്ന് ഒരു പുതിയ മാനവനുയർക്കും. അവനിൽ നിന്നാദ്യമായി വിശ്വസ്വയം പ്രഭാതടലം ഈ മണ്ണിൽ പരക്കും. ഒക്കെ ഒരു വെറും ഭ്രാന്തന്റെ സ്വപ്നം, നേരുന്ന താണ്ടന്റെ സ്വപ്നം. ഞങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകും. തങ്ങളിൽ മുഖത്ത് വെക്കുകയും എന്നാൽ 4 പേര് കണ്ട് നമ്മൾ ഒന്നാണ് എന്ന് പറഞ്ഞ് സദ്യകൾക്ക് ഒരുമിച്ച് കൂടുകയും ചെയ്യുന്ന ഇന്നത്തെ കാലം പരസ്പരം കൂട്ടിക്കൊണ്ടേയിരിക്കും. പിന്നെ നമുക്കറിയാം, വായില്ലാ കുഞ്ഞില പാവത്തിന് വേണ്ടി പങ്ക് വാങ്ങിയിട്ട് അത് കവിതെടുക്കുന്നവർ കുട്ടിമുടിയിലായാലും ചുള്ളിവലയിലായാലും എല്ലാം അത് തന്നെയാണ്. വായില്ലാ കുഞ്ഞിലപ്പൻ ഇപ്പോഴും വായില്ലാ കുഞ്ഞിലപ്പനാണ്. നമുക്ക് സ്വന്തം ഭാഷ പോലും നേരെയില്ല. അതൊക്കെ ചിന്തിക്കാവുന്ന കാര്യമാണ്. പിന്നെ ഇപ്പോഴീ ഇടയ്ക്ക് ആളുകൾ പറഞ്ഞു, എവിടെയോ കുഞ്ഞുങ്ങൾ ബന്ധപ്പെടുന്നു. ഓരോ ശിശുരോധനത്തിലും കേട്ടു, ഞാൻ ഒരുപാട് ഈശ്വരനാണ്. എത്രയോ കുഞ്ഞുങ്ങൾ ഈശ്വരന്മാരെക്കാൾ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ദാസീകരണങ്ങൾ ഇവിടെ ആയാലും. അതുകൊണ്ട് ഇതൊക്കെ ചിന്തിക്കാവുന്നതാണ്. ഏത് കാലത്തും ഈ അവസ്ഥകളെക്കുറിച്ചുള്ള വിലാപം മാത്രമായിട്ടല്ല, സദവസ്ഥകളെക്കുറിച്ചുള്ള ഒരു ആനന്ദമായിട്ടുകൂടെ നമ്മുടെ കവിത മാറട്ടെ. ജീവിതം എല്ലാവർക്കും പൂങ്കാവനമാവട്ടെ, എല്ലാവർക്കും ആനന്ദമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നല്ല ക്ഷമയ്ക്ക്, നിങ്ങളുടെ നല്ല സ്നേഹത്തിന്, ഈ എല്ലാവരുടെയും നല്ല മനസ്സിന്, ഈ ജനമനസ്സിന് പ്രത്യേകം എൻ്റെ പ്രണാമം അർപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട മധുബാലിൻ്റെ ഉത്തേജനമാണ് എന്നെ കൂടുതൽ വർത്തമാനം അറിയിച്ചത്. അദ്ദേഹം മുൻപൊരിക്കൽ എന്നെ നേരം 2 മണിക്കൂറോളം ഞാൻ ഇൻ്റർവ്യൂ ചെയ്തു. ഒന്നും ആയില്ല. 2-3 ചോദ്യങ്ങൾ തന്നെ പറഞ്ഞു അത്രത്തോളം ഉൾക്കാഴ്ച തരുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഓരോ ചോദ്യവും. അതിൻ്റെ പ്രത്യേകം നന്ദിയുണ്ട്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം, വളരെ സന്തോഷം. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. അപ്പോൾ ഈ കോൺവെർസേഷൻ ഇതൊരു അപൂർണമാണ് സത്യത്തിൽ. കാരണം ഞാൻ മാഷോട് സംസാരിച്ചു കഴിഞ്ഞാൽ തീരില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഓരോ സമയത്തും പോയി ഇരിക്കുകയും കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇനിയും ബാക്കി വെച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഈ ഒരു തുടർച്ച ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയുണ്ട്. കാരണം ഞാൻ മധുസാറിനോടൊപ്പം പല വട്ടങ്ങളിലായിട്ട് ഇന്റർവ്യൂ എന്നുള്ളത് അല്ലാതെയും ഇരുന്നിട്ടുള്ളപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ട് തീരാതെ പോകുന്നു. ഈ വർത്തമാനം അനുവദിതം തുടരട്ടെ. മാഷിനത് പറയാനും അത് കേൾക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.